ഇല, മാങ്ങ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ കൂടിത ഇങ്ങനെ: സാറിനും അന്തൃക്കയ്ക്കും ആസ്മയ്ക്കും നാണിയമ്മയ്ക്കും ക്ഷയരോഗമായതിനാൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ്. സാറ് സാഴ്സ്, അന്തൃക്ക ആന്ത്രാക്സ്, ആസ്മ, നാണിയമ്മ ന്യൂമോണിയ, പിന്നെ ക്ഷയം. സാറിനും അന്തൃക്കയ്ക്കും ആസ്മയ്ക്കും നാണിയമ്മയ്ക്കും ക്ഷയരോഗമായതിനാൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ്. സിംഹം ദേശീയ മൃഗമായിട്ടുള്ള രാജ്യങ്ങൾ: കോഡ് ശ്രീനബിൾ അർബൻ, ഗർ എന്നോർക്കുക. ശ്രീലങ്ക, നെതർലാൻഡ്സ്, ബൾഗേറിയ, അർജന്റീന, ബെൽജിയം. അത്യുൽപാദന ശേഷിയുള്ള 3 ഇനം പശുക്കൾ. കോഡ് സുനന്ദിനി, അണിഞ്ഞ ജേഴ്സിക്ക് ബ്രൗൺ നിറം. സുനന്ദിനി ജേഴ്സി, സ്വിസ് ബ്രൗൺ. ചാലക്കുടി പുഴയിലെ പ്രധാന ജലസേചന പദ്ധതികൾ. കോഡ് പറമ്പിലെ ചോളകൃഷിക്ക് പെരിയ ചാലുകുത്തിയാണ് ജലമെത്തിച്ചത്. പറമ്പിക്കുളം. ചോളകൃഷി ഷോളയാർ. പെരിയ ചാലുകുത്തി എന്നതിൽ 2 എണ്ണമുണ്ട്. 1 പെരിങ്ങൽകുത്ത്, 2 ചാലക്കുടി. ഭാരതപ്പുഴയിലെ പ്രധാന ജലസേചന പദ്ധതികൾ. കോഡ് ഇങ്ങനെയാവാം: മലമുകളിലെ ഗായത്രിയുടെ മംഗലത്തിന് പോത്തിറച്ചിയും വാള പൊരിച്ചതും ചീര ഉപ്പേരിയും കൂട്ടി ഉണ്ണുന്നതിനിടയിൽ കാഞ്ഞിരമരത്തിൻ ചോട്ടിലിരുന്ന് ചീറ്റമ്മമാർ വെടി പറഞ്ഞു. മലമുകളിൽ മലമ്പുഴ. ഗായത്രി, മംഗലത്തിന് മംഗലണ്ട, പോത്തിറച്ചി പോത്തുണ്ടി, വാള പൊരിച്ചത് വാളയാർ, ചീര ഉപ്പേരി ചീരക്കുഴി, കാഞ്ഞിരമരത്തിൽ കാഞ്ഞിരപ്പുഴ, ചിറ്റമ്മമാർ ചിറ്റൂർപ്പുഴ. ശ്രദ്ധിക്കുക: മലമ്പുഴ, ഗായത്രി, മംഗലം, പോത്തുണ്ടി, വാളയാർ, ചീരക്കുഴി, കാഞ്ഞിരപ്പുഴ, ചിറ്റൂർപ്പുഴ തുടങ്ങിയവയാണ് ഭാരതപ്പുഴയിലെ ജലസേചന പദ്ധതികൾ. കഥകളി വേഷങ്ങൾ. അയാൾ കത്തിയെടുത്ത് താടി മിനുക്കി, കരിയെടുത്ത് പച്ച കുത്തി. കഥകളിയിൽ 5 വേഷങ്ങളാണുള്ളത്. അവ കത്തി, താടി, മിനുക്ക്, കരി, പച്ച എന്നിവയാണ്. ജ്ഞാനപീഠം നൽകപ്പെട്ടിട്ടുള്ള മലയാളികൾ. 3 ശങ്കരന്മാർക്കും 1 MTക്കുമാണ് ഇതുവരെ ജ്ഞാനപീഠം മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. 1ാമത്തെ ശങ്കരൻ ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965 ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ്. 2ാമത്തെ ശങ്കരൻ ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്ന SK പൊറ്റക്കാടിനാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന രചനയ്ക്ക് 1980 ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണല്ലോ. 3ാമത്തെ ശങ്കരൻ തകഴി ശിവശങ്കരപിള്ളയാണ്. കയർ എന്ന നോവലിന് 1984 അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. 4ാമത്തെയാൾ MT വാസുദേവൻ നായർ. 1995 സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു. അടുത്തതായി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളെക്കുറിച്ച് ഓർക്കാൻ. കോഡ് അച്ഛൻ മണിയുണ്ടാക്കാൻ മലയിൽ വാറ്റ് തുടങ്ങി. മീനിനെയും പാമ്പിനെയും വാറ്റി കാശുണ്ടാക്കി. പോലീസ് വരുമ്പോൾ വേമ്പനാട്ട് കായലിൽ ചാടി രക്ഷപ്പെടും. 6 പ്രാവശ്യം ഇപ്രകാരം അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ മണിയുണ്ടാക്കാൻ മലയിൽ എന്നതിൽ 1ാമത്തെ നദി അച്ഛൻ കോവിലാറാണ്. 2 മണിമലയാർ. വാറ്റ് തുടങ്ങി മൂവാറ്റുപുഴയാറ്. മീനിനെ